ഹലോ ഗായ്സ്, K9 Voyageന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വഭാവമാണെങ്കിലും അപ്പിയറൻസ് ആണെങ്കിലും ലാബ്രഡോറിനോട് വളരെയധികം സാമ്യമുള്ള ഗോൾഡൻ റിട്രീവർ എന്ന ബ്രീഡിനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഒട്ടു സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്കോട്ട്ലാൻഡിൽ 1850കളിൽ വിനോദത്തിനായി പക്ഷികളെ ഹണ്ട് ചെയ്യുന്ന രീതി ഫേമസ് ആയി. ഇതിനായി ഡ്യൂഡ്ലി മജോറി ബാങ്ക്സ് ഒരുപാട് ഡോഗ്സിനെ ക്രോസ് ബ്രീഡ് ചെയ്ത് ഗോൾഡൻ റിട്രീവറിനെ ഡെവലപ്പ് ചെയ്തു. റിട്രീവർ ആയതുകൊണ്ട് ഷൂട്ട് ചെയ്ത പക്ഷികളെ കേടുപാടൊന്നും വരുത്താതെ വളരെ ശ്രദ്ധയോടെ എടുത്തു കൊണ്ടുവരാനാണ് ഉപയോഗിച്ചിരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഗോൾഡൻ റിട്രീവറിന്റെ എഗ് ചാലഞ്ച് വളരെ ഫേമസ് ആണ്. ഒരു എഗ്ഗ് പൊട്ടിക്കാതെ വളരെ ശ്രദ്ധയോടെ വായിക്കൊണ്ട് പിടിക്കാൻ ഇവർക്ക് പറ്റും. 5 ടെന്നീസ് ബോളുകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്ത റെക്കോർഡുണ്ട് ഇവർക്ക്. ഇവരിൽ ഫീമെയിലിന് 51 മുതൽ 56 സെന്റിമീറ്റർ ഹൈറ്റും 25 മുതൽ 32 കിലോഗ്രാം വെയിറ്റുമാണ്. മെയിലിന് 56 മുതൽ 61 സെന്റിമീറ്റർ ഹൈറ്റും 30 മുതൽ 34 കിലോഗ്രാം വെയിറ്റുമാണ് ഉണ്ടാവുക. ക്രീം, ഗോൾഡൻ, ഡാർക്ക് ഗോൾഡൻ, ലൈറ്റ് ഗോൾഡൻ എന്നീ നിറങ്ങളിലാണ് ഇവ കാണാറ്. ഇതിൽ തന്നെ ഷെയ്ഡ്സ് മാറി വരും. 10 മുതൽ 13 വർഷമാണ് ഇവരുടെ ശരാശരി ആയുസ്. AKC 1925ലാണ് ഈ ബ്രീഡിനെ അംഗീകരിച്ചത്. ഗോൾഡൻ റിട്രീവർ പ്രധാനമായും 3 ടൈപ്പാണുള്ളത്: യൂറോപ്യൻ, അമേരിക്കൻ, പിന്നെ കനേഡിയൻ. കനേഡിയൻ കുറച്ച് ഹൈറ്റ് കൂടുതലും ഹെയർ കുറവുമായിരിക്കും. അമേരിക്കൻ ടൈപ്പിന്റെ ഹെഡ് കമ്പാരിറ്റീവ്ലി ഷാർപ്പായിരിക്കും. അമേരിക്കൻ ടൈപ്പ് തന്നെയാണ് കൂടുതൽ പോപ്പുലറും. അമേരിക്കയിലെ 3ാമത്തെ പോപ്പുലർ ബ്രീഡാണ് ഇവർ. യൂറോപ്യൻ ടൈപ്പിന് ഹെവി ഹെഡും ലോങ് കോട്ടുമാണ്. ഇവർ കുറച്ചുകൂടി മെച്യൂർഡ് ആയിരിക്കും, മെയിൻലി ഹെൽത്തിയാണ്. ഒറിജിൻ സ്കോട്ട്ലാൻഡിൽ ആയതുകൊണ്ട് തന്നെ യൂറോപ്യൻ ടൈപ്പ് ഗോൾഡൻ റിട്രീവർ ആണ് മോസ്റ്റ് പ്യുവർ ലൈനായി പറയുന്നത്. വൈറ്റ് കളർ ഉള്ളത് റെയർ ആണെന്ന് പറഞ്ഞ് വലിയ വിലയ്ക്ക് വിൽക്കുന്നവരുണ്ട്. ആക്ച്വലി വളരെ ലൈറ്റ് കളർഡ് അപ്രൂവ്ഡ് അല്ല. നല്ല ബ്രീഡേഴ്സ് കളറിനേക്കാൾ കൂടുതൽ ഹെൽത്തിലും ക്യാരക്ടറിലും ഫോക്കസ് ചെയ്തേ ബ്രീഡ് ചെയ്യുകയുള്ളൂ. പപ്പി സ്റ്റേജിൽ ലാബിനെ ഗോൾഡൻ റിട്രീവർ എന്ന് പറഞ്ഞ് വിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് സമയമെടുത്ത് വളരെ കൃത്യമായി നോക്കി വാങ്ങുക. ഇന്റലിജൻസ് റാങ്കിങ്ങിൽ ലോകത്ത് 4th പൊസിഷനാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് ട്രെയിനിങ് വളരെ ഈസിയാണ്. ഫസ്റ്റ് ടൈം ഓണേഴ്സിനും അപ്പാർട്ട്മെന്റ് ലിവിങ്ങിനും പറ്റിയ ബ്രീഡാണ്. നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം. ഇവർക്ക് കറക്റ്റ് ഡെയിലി എക്സസൈസ് കൊടുത്തിരിക്കണം. ഇവർ നല്ലൊരു സർവീസ് ഡോഗാണ്. വളരെ സ്റ്റേബിൾ ആൻഡ് ഫ്രണ്ട്ലി ആണ്. മേ ബി ലാബ്രഡോറിനേക്കാളും സ്ട്രേഞ്ചർ ഫ്രണ്ട്ലി ആണ് ഇവർ. അതുകൊണ്ട് ഗാർഡിങ്ങിന് പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഒരു ഡിവോട്ടഡ് കമ്പാനിയൻ ഡോഗാണ് ഇവർ. അനാവശ്യമായി കുരയ്ക്കുന്നവരല്ല. പക്ഷേ ലൗഡസ്റ്റ് ബാർക്ക് എന്ന ഗിന്നസ് റെക്കോർഡ് ഉള്ളത് ചാർലി എന്ന പേരുള്ള ഗോൾഡൻ റിട്രീവറിന്റെ ബാർക്കിനാണ്. ഏകദേശം 113 ഡെസിബിൾസ് ആയിരുന്നു അത്. 99.9% കടിക്കാൻ സാധ്യതയില്ല. ബട്ട് പേഴ്സൻറ്റേജ് വൈസ് നോക്കുമ്പോൾ 3ാമത്തെ പൊസിഷനാണ് അവർക്കുള്ളത്. കാരണം ജെന്റിൽ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് കുട്ടികൾ ഓവറായി അതിന് മേത്ത് കയറി കളിക്കുകയും അബ്യൂസ് ചെയ്യുകയും ചെയ്താൽ എങ്ങനെ കടിക്കാതിരിക്കും? വളർത്തിയാൽ മാത്രം പോരാ, ഇവരോട് നല്ല രീതിയിൽ പെരുമാറാനും നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ മെന്റൽ സ്റ്റെബിലിറ്റി കുറഞ്ഞതായ ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ ക്യാരക്ടറിൽ മാറ്റം വരാം. നല്ല ട്രെയിനിങ് ആണ് ഇതിന്റെ സൊല്യൂഷൻ. മറ്റേതു ഫോറിൻ ബ്രീഡിനെ പോലെ തന്നെയും ഇന്ത്യൻ ക്ലൈമറ്റ് ഇവർക്ക് ചിലപ്പോൾ പ്രശ്നമാകാറുണ്ട്. ലാബിനെ പോലെ തന്നെ ഇവരുടെ കോട്ടും ബോഡി സ്ട്രക്ചറും സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണുള്ളത്. പക്ഷേ അധികം നേരം വെള്ളത്തിൽ വിടരുത്. കോട്ട് ഡ്രൈ ആയിരിക്കുന്നതാണ് ഏതൊരു ഡോഗിന്റെ ആയിക്കോട്ടെ സ്കിന്നിന് നല്ലത്. ഡബിൾ കോട്ട് ഡോഗ്സ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ രോമം കൊഴിയും. സോ ബ്രഷ് ചെയ്യണം. വീക്ക്ലി വൺസ് കുളിപ്പിക്കാം. ഫ്രണ്ട്ലിയും ഇന്റലിജന്റും വളരെ ഫണ്ണിയുമായ ഡോഗിനെ വേണ്ടവർക്ക് ഗോൾഡൻ റിട്രീവർ ഒരു അടിപൊളി ചോയ്സ് ആണ്. ഫ്രണ്ട്സ്, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റുകൾ വീണ്ടും ലഭിക്കാനായി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണും വരെ ദിസ് ഈസ് K9 Voyage. ബൈ.